ബാംഗ്ലൂരിൽ താമസിക്കുന്ന ശശികല എന്ന ഒരു വിധവയായ സ്ത്രീ. അവർക്ക് 20 വയസ്സുള്ള സഞ്ജയ് എന്ന മകനുണ്ട്. ഈ സഞ്ജയ്, ശശികല കൂടാതെ ഇവരുടെ വീട്ടിൽ 70 വയസ്സുള്ള ശാന്തകുമാരി എന്നൊരു സ്ത്രീയുണ്ട്. ഇവർ ശശികലയുടെ അമ്മയാണ്. ഭർത്താവ് മരിച്ചതിനു ശേഷം ശശികലയാണ് ആ കുടുംബത്തെ മുഴുവനും നോക്കിയിരുന്നത്. പ്രധാനമായി തന്റെ മകനെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. ആ കഷ്ടപ്പാടുകളെല്ലാം മനസ്സിലാക്കിയ സഞ്ജയ് വളരെ നന്നായി പഠിക്കുകയും ചെയ്തു. അങ്ങനെ +2 കഴിഞ്ഞപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞത്, എനിക്ക് ആസ്ട്രോനറ്റ് എഞ്ചിനീയർ ആകണം, അതിനനുസരിച്ചതുപോലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എന്നെ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒറ്റ മകനാണ്, അവന്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ എത്ര തന്നെ ചിലവായാലും പ്രശ്നമില്ല, ആ ആഗ്രഹം അങ്ങ് നിറവേറ്റാം എന്ന് അമ്മയും തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് സേവിങ്സും ഒരുപാട് കടം വാങ്ങിയ പണമെല്ലാം ഉപയോഗിച്ച് അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു. അവനും നന്നായി പഠിച്ച് ക്ലാസ്സിൽ ടോപ്പറായി വന്നു. ഈ കുടുംബത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചില സമയങ്ങളിൽ വഴക്കുണ്ടാകാറുണ്ട്. അതായത് ഈ ശശികല, സഞ്ജയ്, ഈ അമ്മയും മകനും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ പുറത്തു നിന്നും ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കും. ഈ സ്വിഗ്ഗി, സൊമാറ്റോ എവിടെന്നെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും. പക്ഷേ ഈ അമ്മയ ശാന്തകുമാരിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവർ ആ കുഞ്ഞു പ്രായം മുതലേ വീട്ടിൽ കഴിച്ചു വളർന്നതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊന്നും അവർക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അവർ കഴിക്കാത്തത് കൊണ്ട് മകളെയും പേരക്കുട്ടിയും കഴിക്കാൻ അനുവദിക്കില്ല. പുറമെ നിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ആരോഗ്യം മോശമാകുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴെല്ലാമാണോ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യുന്നത്, അപ്പോഴെല്ലാം വീട്ടിൽ വലിയൊരു ബഹളം തന്നെ ഉണ്ടാകും. അമ്മയ്ക്കും മുത്തശ്ശിക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴെല്ലാം സഞ്ജയാണ് ഒരു മീഡിയേറ്ററായി നിന്ന് പ്രശ്നമെല്ലാം പരിഹരിക്കാറ്. എന്നാൽ ഭക്ഷണത്തിന്റെ പേരിൽ ഇങ്ങനെ വഴക്കുകൾ ഉണ്ടായാൽ പോലും അത് 1 ദിവസം 2 ദിവസത്തിലൊക്കെ മാറിക്കോളും. ആ വീട്ടിൽ വെറും 3 പേർ മാത്രമുള്ളത് കൊണ്ട് ആ വീടിന്റെ മുകളിൽ താമസിക്കുന്ന ഹൗസ് ഓണർ അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽവാസികൾ എല്ലാവർക്കും ഇവരെ നന്നായി അറിയാം. അങ്ങനെ 2016 ഓഗസ്റ്റ് മാസത്തിൽ ഈ അയൽവാസികൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. ശാന്തകുമാരി എന്ന ആ 70 വയസ്സുള്ള സ്ത്രീ കുറച്ച് ദിവസമായി വീട്ടിൽ നിന്നും പുറത്തേക്കേ വന്നിട്ടില്ല. ഒരു ദിവസം ശശികലയോടും മകനോടും ചോദിച്ചു. ആ സമയം ശശികല പറഞ്ഞത്, എനിക്ക് ഒരു സഹോദരൻ കൂടെ ഉണ്ട്, തൊട്ടടുത്ത വില്ലേജിലാണ് അവൻ താമസിക്കുന്നത്. അമ്മ കുറച്ച് ദിവസം അവന്റെ കൂടെ താമസിക്കാൻ പോയി, അവിടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്തിട്ട് തിരികെ വരുമെന്ന രീതിയിൽ പറഞ്ഞു. അയൽവാസികളും അത് വിശ്വസിച്ചു. എന്നാൽ പല മാസങ്ങൾ കടന്നു പോയിട്ടും ശാന്തകുമാരി തിരികെ ഈ വീട്ടിലേക്ക് വന്നതേയില്ല. അങ്ങനെ 2017 ഫെബ്രുവരി മാസം ശശികല താൻ താമസിക്കുന്ന ആ ഹൗസ് ഓണറോട് അത്യാവശ്യമായി 2 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു. ശശികല ഹൗസ് ഓണറുടെ പക്കൽ നിന്നും പണം കടം വാങ്ങുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നു. മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ഇടയ്ക്കിടെ പണം വാങ്ങുമായിരുന്നു. ഹൗസ് ഓണറും അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി ഒരുപാട് സഹായവും ചെയ്തിട്ടുണ്ട്. കൂടാതെ ശശികല പറഞ്ഞ സമയത്ത് ആ പണം തിരികെ നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് വന്ന് 2 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 2 ലക്ഷം ഇപ്പോഴല്ല, 50,000 മാത്രമേ ഉള്ളൂ. 50,000 ഞാൻ ഇപ്പോൾ തരാം, ഒരു 2 ആഴ്ച കഴിഞ്ഞ് ബാക്കി 1.5 ലക്ഷം ഞാൻ ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്നും പറഞ്ഞു. ഇപ്പോൾ അവരിത് സമ്മതിച്ചു, കിട്ടി 50,000 വാങ്ങി. എന്നാൽ ഇതിനുശേഷം സംഭവിച്ചത്, ആ അമ്മയും മകനും ആരോടും ഒന്നും തന്നെ പറയാതെ പെട്ടെന്ന് ആ വീടും പൂട്ടി ആ നാട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്നു. ഹൗസ് ഓണർ വിചാരിച്ചത് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുണ്ടാകും, തിരികെ വരുമെന്ന് ചിന്തിച്ചു. ഒരാഴ്ചയാകുന്നു, 10 ദിവസമാകുന്നു, ആഴ്ചകളും മാസങ്ങളും ഇങ്ങനെ പോയി. എന്നാൽ പോയി അവർ തിരികെ വന്നിട്ട് കൂടെയില്ല. ഇദ്ദേഹം അവരുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് നോക്കി, ഫോൺ കണക്റ്റ് ആകുന്നില്ല. പോയൊരു 4-5 മാസമായി, ഇതുവരെയും വാടക തന്നിട്ടുമില്ല. എന്തായാലും ഒരുപാട് കാലം ഈ വീട്ടിൽ താമസിച്ചവരല്ലേ, എവിടെ പോകാനാണ്, എന്തെങ്കിലും എമർജൻസി ആയിരിക്കും, വന്നതിന് ശേഷം എല്ലാം ചേർത്ത് തരുമായിരിക്കും എന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം ഇക്കാര്യം അങ്ങ് വലിയ കാര്യമാക്കിയതേയില്ല. ആ വീടിന്റെ വാതിൽ പൂട്ടി അമ്മയും മകനും പോയെങ്കിലും ആ വീടിന്റെ കോമ്പൗണ്ട് ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ ആക്സസ് ഒരു സ്പെയർ കീ ഈ ഓണറുടെ പക്കലുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ആ വീടിന്റെ മോട്ടർ ഓൺ ചെയ്ത് ഈ ടാങ്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പക്കലൊരു സ്പെയർ കീ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എപ്പോഴത്തെയും പോലെ ഈ വാതിൽ തുറന്ന് വീടിന് പുറകിലുള്ള മോട്ടർ ഓൺ ചെയ്തിട്ട് ടാങ്കിൽ വെള്ളം നിറയുന്നത് വരെയും കാത്തിരുന്നു. 2017 മെയ് മാസമായിരുന്നു ഇത് സംഭവിക്കുന്നത്. അതായത് അമ്മയും മകനും ആരോടും പറയാതെ ആ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോയി 3 മാസം കഴിഞ്ഞാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം നിറഞ്ഞതും കാത്തു നിൽക്കുമ്പോൾ ആ വീടിനുള്ളിൽ നിന്ന് വല്ലാത്തൊരു ദുർഗന്ധം വരുന്നത് ശ്രദ്ധിച്ചു. അതായത് എന്തോ ഒന്ന് ചത്തതുപോലെ, എലിയോ പൂച്ചയോ അങ്ങനെ എന്തോ ഒന്ന് ചത്തതുപോലുള്ള ഒരു സ്മെല്ല്. ആ വീടിനുള്ളിൽ എന്തുണ്ടെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിന് പല വഴികളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ വീട്ടിൽ ഒരു വാടകയ്ക്ക് ആളുകൾ താമസിക്കുകയാണ്. അപ്പൊ പിന്നെ അകത്തേക്ക് അവരുടെ അനുവാദം കൂടാതെ കിടക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് അദ്ദേഹം ആ വീടൊന്ന് കറങ്ങി നോക്കി. എന്നാൽ വീടിനുള്ളിൽ നിന്നാണ് ആ സ്മെല്ല് വരുന്നത്. ശരി, എന്തെങ്കിലും ഒന്ന് ചത്തുകിടപ്പുണ്ടാകുമെന്ന് കരുതി അദ്ദേഹം കാര്യമാക്കിയില്ല.
ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ ദുർഗന്ധം വീണ്ടും കൂടാൻ തുടങ്ങി. എന്തിന്? ആ പരിസരത്ത് പോലും അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹം മാത്രമല്ല, പരിസരവാസികളും ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. വീടിനുള്ളിൽ നിന്നും എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും വീടിനുള്ളിൽ ഇരിക്കാനേ സാധിക്കുന്നില്ല, അത് എന്താണെന്ന് ഒന്ന് നോക്കാമോ എന്ന് ഇദ്ദേഹത്തോട് കംപ്ലൈന്റായി തന്നെ പറയാൻ തുടങ്ങി. ഇങ്ങനെ ആ വീട്ടിൽ നിന്നും വരുന്ന ദുർഗന്ധം ദിവസം കഴിയുന്തോറും വളരെയേറെ കൂടുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് മനസ്സിൽ ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ സ്പാർക്കായി. ഒരു പക്ഷെ അകത്താരെങ്കിലും മരിച്ചു കിടപ്പുണ്ടാകുമോ? ആ ഒരു ചിന്ത തോന്നിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഭയന്നു വിറച്ചു. എന്നാലും വീടിനുള്ളിൽ നമുക്ക് കയറണ്ട, ആദ്യം പോലീസിനെ അറിയിക്കാം, അവർ വന്നിട്ട് തുറക്കട്ടെ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ഹൗസ് ഓണർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ആ പ്രദേശത്ത് വന്നു. പോലീസിനും അവിടെ എത്തിയപ്പോൾ ദുർഗന്ധം വരുന്നത് വ്യക്തമായി തന്നെ മനസ്സിലായി. അങ്ങനെ ആ വാതിൽ പൊളിച്ച് പോലീസ് അകത്തേക്ക് കടന്നു. വീടിന്റെ വാതിൽ തുറന്നപ്പോൾ തന്നെ അസഹനീയമായ സ്മെല്ലാണ്. അമ്മയും മകനും ആ വീട് വിട്ടെവിടെയോ പോയി, പക്ഷെ അവരുടെ വസ്തുക്കളെല്ലാം ആ വീടിനുള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പോലീസ് ആ വീട് മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി. പോലീസ് മാത്രമല്ല, ഹൗസ് ഓണറും അകത്തുണ്ട്. എന്നാൽ ദുർഗന്ധം എവിടെ നിന്നാണ് വരുന്നത്, അതിന്റെ സോഴ്സ് എവിടെ നിന്ന് അറിയാനായി ആ വീട് മുഴുവനും തിരിഞ്ഞിട്ട് കൂടിയും അവർക്കത് കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പൊ പോലീസുകാർ പറഞ്ഞത്, വീട് മുഴുവനും പരിശോധിച്ചല്ലോ, എവിടെ നിന്ന് ദുർഗന്ധം വരുന്നുവെന്ന് കണ്ടുപിടിക്കാനേ സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആരെങ്കിലും വിളിച്ച് ഈ വീട് മുഴുവനും ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഏറെ ദിവസമായി വീട് പൂട്ടിക്കിടക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം ഈ ദുർഗന്ധമൊക്കെ വരുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് പോലീസ് അവിടെ നിന്നും പോകാനായി തയ്യാറെടുക്കുമ്പോഴാണ് ഹൗസ് ഓണർ മറ്റൊരു കാര്യം പറഞ്ഞത്. സർ, ഞാൻ ഒരു തവണ കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം, ഒരല്പസമയം ഒന്ന് കാത്തിരിക്കാമോ എന്ന് ചോദിച്ചു. പോലീസും ശരി എന്ന് പറഞ്ഞ് പുറത്ത് കാത്തു നിന്നു. അങ്ങനെ അദ്ദേഹം ആ വീട് മുഴുവനും കയറിയൊന്ന് പരിശോധിക്കുന്നു. എന്നിട്ട് ആ ബെഡ്റൂമിനുള്ളിലേക്ക് കയറി. ബെഡ്റൂമിനുള്ളിലെ ഒരു സ്ഥലത്ത് അദ്ദേഹം പെട്ടെന്ന് നോക്കി അങ്ങനെ സ്റ്റക്കായി നിന്നു. വളരെ വ്യത്യസ്തമായ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു ഹൗസ് ഓണർ എന്ന നിലയിൽ ആ വീടിനുള്ളിൽ അദ്ദേഹം ആ കണ്ട കാഴ്ച ഒരല്പം പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ഹൗസ് ഓണർ ആ വീടിന്റെ ബെഡ്റൂമിനുള്ളിൽ എന്താണ് കണ്ടത്? ഈ അമ്മയും മകനും എന്തിനു വേണ്ടിയാണ് പെട്ടെന്ന് ആരോടും പറയാതെ ആ നാട് വിട്ടു പോയത്? ആ വീട്ടിലുണ്ടായിരുന്ന 70 വയസ്സുള്ള മുത്തശ്ശിക്ക് എന്ത് സംഭവിച്ചു? പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ ഇങ്ങനെയൊക്കെ ഒരാളെ കൊല്ലാൻ കഴിയുമോ എന്നൊക്കെ നമ്മെപ്പോലും ചിന്തിപ്പിച്ചു പോകുന്ന ഈ ഒരു കേസ് തീർച്ചയായും നിങ്ങൾ അത്ഭുതപ്പെടുത്തും. അങ്ങനെ ആ വീടിനുള്ളിൽ എന്ത് രഹസ്യമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നറിയുന്നതിന് മുൻപ് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഒരു പക്ഷേ എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആ ഹൗസ് ഓണർ ആ ബെഡ്റൂമിന്റെ ഒരു മൂലയ്ക്ക് അങ്ങനെ ഒരു അല്പസമയം നിന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് നോക്കി. അദ്ദേഹത്തിന് അവിടെ ഒരു കാര്യം വ്യത്യസ്തമായി തോന്നി. ഇവിടെ ഒരു കബോർഡാണല്ലോ ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോഴതൊന്നും ഇല്ലല്ലോ, ഒരു ചുമരാണല്ലോ ഉള്ളത് എന്ന് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു വശത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. സാധാരണ നമ്മുടെ വീട്ടിൽ തുണിയൊക്കെ വയ്ക്കാൻ കബോർഡ് ഉണ്ടാകും. ചിലത് ചുമരോട് ചേർന്നുള്ള ഒരു ചുമർ അലമാരയായിരിക്കും, അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സെപ്പറേറ്റ് എടുത്തു വെക്കുന്ന ഒരു അലമാരയായിരിക്കും. ആ വീട്ടിലുണ്ടായിരുന്നത് ചുമരോട് ചേർത്ത് വെച്ച് പണിത ഒരു ചുമർ അലമാരയായിരുന്നു. എന്നാൽ അവിടെ ഇപ്പോൾ ആ അലമാര കാണുന്നില്ല, ഒരു ചുമർ മാത്രമാണുള്ളത്. ആ ചുമർ കാണാൻ വളരെ വ്യത്യസ്തമായി തോന്നിയത് കൊണ്ട് ഇദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് ചെന്ന് പോലീസിനെ വിളിച്ചു. സാർ, ഇവിടെ ഞങ്ങൾ തുണി വയ്ക്കാനായി ഒരു കബോർഡായിരുന്നു നിർമ്മിച്ചിരുന്നത്, പക്ഷേ ഇപ്പോഴതവിടെ കാണാനില്ല. പോലീസ് പറഞ്ഞത്, എന്താണ് സാർ പറയുന്നത്? ഒരു കബോർഡൊക്കെ എങ്ങനെയാണ് കാണാതാവുക? അതും ഒരു ചുമർ അലമാരയല്ലേ, അതെങ്ങനെ മിസ്സാകാനാണെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല സാർ, ഞാൻ ഈ വീട് പണിതയാളാണ്, എനിക്കറിയാം ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഈ മൂലയ്ക്കായി ഒരു കബോർഡ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോഴിവിടെ ഇല്ല. എന്നാൽ സംശയം തോന്നിക്കുന്ന രീതിയിൽ അവിടെ ഇപ്പോഴൊരു ചുമരാണുള്ളത്. ഇപ്പൊ പോലീസിനും അദ്ദേഹം പറയുന്നതിൽ ചെറിയൊരു വിശ്വാസം വന്നു. അങ്ങനെ പോലീസുകാർ ചുമരിനടുത്തേക്ക് വന്നു. അതിനോടൊന്ന് ചേർന്ന് നിന്നപ്പോൾ ആ ചുമരിനുള്ളിൽ നിന്നാണ് ദുർഗന്ധം വരുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അതായത് ആ ചുമരിന് പുറകിൽ നിന്നാണ് ദുർഗന്ധം വരുന്നു എന്നുള്ളത് പോലീസിനെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. മാത്രമല്ല, ആ ചുമർ അടുത്തിടെയാണ് പണിതിരിക്കുന്നത്. അപ്പോൾ പോലീസ് തീരുമാനിച്ചു ആ ചുമർ ഇടിച്ചു പൊളിച്ചു നോക്കാമെന്ന്. അങ്ങനെ ആ പ്രത്യേകം പണിത ചുമർ അവർ പൊളിക്കും തോറും അകത്തു നിന്ന് വീണ്ടും വീണ്ടും വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. അങ്ങനെ ആ ചുമർ പൂർണ്ണമായും ഇടിച്ചപ്പോൾ അകത്തവരെ കൊണ്ട് കബോർഡ് കാണാൻ സാധിച്ചു. ഇതുവരെയും ഹൗസ് ഓണർ പറഞ്ഞത് ഒരല്പം സംശയത്തോടു കൂടി മാത്രം നോക്കിക്കണ്ട പോലീസുകാർക്ക് ആ ചുമർ പൊളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആ വീട് പണിതപ്പോൾ ചേർത്ത് പണിത ആ ഒരു കബോർഡും കാണാൻ സാധിച്ചു. ആ കബോർഡിൽ തടി കൊണ്ടുള്ള ഒരു ഡോറും ഉണ്ടായിരുന്നു.
അത് തുറന്നു നോക്കിയപ്പോൾ വീണ്ടും ദുർഗന്ധം വരാൻ തുടങ്ങി. ആ കബോർഡിനുള്ളിൽ നീല നിറത്തിലുള്ള ഒരു ഡ്രം ഇരിക്കുന്നതും കണ്ടു. ആ ഡ്രം കോൺക്രീറ്റ് ഉപയോഗിച്ച് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡ്രം പൊളിച്ച ഉടനെ അകത്തു നിന്നും കൊടുങ്കാറ്റ് പോലെയായിരുന്നു ദുർഗന്ധം അവരുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചത്. ശ്വസിക്കാൻ പോലും സാധിച്ചില്ല. ആ ഡ്രമ്മിനുള്ളിൽ അഴുകിയ അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ ശവശരീരം കണ്ടെത്തി. ഏകദേശം ഡീകമ്പോസ് ആയതുകൊണ്ട് അത് ആരുടേതാണ് എന്ന് തുടക്കത്തിൽ പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഴുകിയ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അത് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ഒരു പക്ഷേ ഇവർ ആണാണോ പെണ്ണാണോ ആരായാലും മരിച്ചൊരു 8-9 മാസമെങ്കിലും ആയിട്ടുണ്ടാകും. ഇപ്പൊ ഹൗസ് ഓണറോടും അയൽവാസികളോടും ഒക്കെ പോലീസ് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഈ വീട്ടിൽ മൊത്തം 3 പേർ മാത്രമേ ഉള്ളൂ. അതിൽ ഈ 70 വയസ്സുള്ള ശാന്തകുമാരി എന്ന ആ വയസ്സായ സ്ത്രീ പോയ വർഷം ഓഗസ്റ്റ് മാസത്തോടുകൂടി ഇവിടെ നിന്നും കാണാതായി. ചോദിച്ചപ്പോൾ മകന്റെ വീട്ടിൽ പോയി എന്നൊക്കെയായിരുന്നു അവരുടെ മകൾ പറഞ്ഞത്. ഇനി അമ്മയും മകനും ഈ അവസാനത്തെ ഫെബ്രുവരി മാസമാണ് നാട് വിട്ടു പോയത്. പക്ഷേ ഇതിപ്പോ കണ്ടെത്തിയ ഈ ശവശരീരം മരിച്ചിട്ട് ഒരു 8 മാസമൊക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ ഡ്രമ്മിനുള്ളിൽ കണ്ടെത്തിയ ആ ഡെഡ് ബോഡി 70 വയസ്സുള്ള ശാന്തകുമാരി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ശാന്തകുമാരിയുടെ ഡെഡ് ബോഡിയാണ് അതെങ്കിൽ അവരെ കൊന്നത് ആരായിരിക്കും? പറയാതെ പെട്ടെന്ന് അമ്മയും മകനും എന്തിനു വേണ്ടിയാണ് നാട് വിട്ടു പോയത്, രക്ഷപ്പെട്ടത്? ഇങ്ങനെ പല ചോദ്യം പോലീസിന് മുൻപിൽ വരാൻ തുടങ്ങി. പോലീസുകാർ വീണ്ടും ആ നാട് വിട്ടു പോയ അമ്മയുടെയും മകന്റെയും മൊബൈൽ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ അമ്മ ജോലി ചെയ്ത സ്ഥലത്ത് പോയി അന്വേഷിച്ചു. അവിടെയും മാസങ്ങളായി ജോലിക്ക് പോയിട്ടില്ല. മകനും കോളേജിൽ പോയിട്ടില്ല. അമ്മയും മകനും പെട്ടെന്ന് അബ്സ്കോണ്ടായതുകൊണ്ട് ഒരു പക്ഷേ ഈ മരണത്തിനും ഈ അമ്മയ്ക്കും മകനും എന്തെങ്കിലും ബന്ധമുണ്ടാകാമെന്ന രീതിയിൽ പോലീസ് ചിന്തിച്ചു. സഞ്ജയ് അവസാനമായി ഒരു സെൽഫോൺ ഉപയോഗിച്ചിരുന്നു. ആ നമ്പർ ഇപ്പോൾ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും അവസാനമായി ഈ ഓഗസ്റ്റ് മാസം ഈ ഒരു കൊലപാതകം നടക്കുന്ന ആ ഒരു മാസം സഞ്ജയ് ആരോടെല്ലാം സംസാരിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നു. അപ്പോൾ കണ്ടെത്തിയത് ശാന്തകുമാരി എന്നാണോ മിസ്സായത് അന്ന് മുതൽ തുടർന്ന് ഒരു നമ്പറിലേക്ക് തന്നെ ഒരുപാട് തവണ ഫോൺ വിളിച്ചു എന്നുള്ളത് പോലീസ് ശ്രദ്ധിച്ചു. നന്ദേശ് എന്ന ഒരു ക്ലോസ് ഫ്രണ്ട് സഞ്ജയ്ക്കുണ്ട്. അവനെയാണ് ഈ തുടരെ വിളിച്ചത്. ഉടൻ തന്നെ പോലീസ് ഈ നന്ദേശിനെ വിളിച്ചുകൊണ്ട് വന്നു. പോലീസിനെ കണ്ടപ്പോൾ തന്നെ അവൻ 2 കൈയും പൊക്കി പറഞ്ഞു, സാർ ഞാൻ എല്ലാം പറയാം. ആ വീടിനുള്ളിൽ ഒരു കൊലപാതകം നടന്നു എന്ന് എനിക്കറിയാം. അവരത് കബോർഡിനുള്ളിൽ സീല് ചെയ്തു എന്ന കാര്യവും എനിക്കറിയാം. സഞ്ജയ് എന്നെ വിളിച്ചത് ആ കബോർഡിനെ ചുറ്റി ഒരു ചുമര് പണിയാൻ സഹായത്തിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അതല്ലാതെ ആ വീട്ടിൽ എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. സുഹൃത്തെന്ന രീതിയിൽ അവനൊരു സഹായം ചോദിച്ചു, ഞാനും അത് ചെയ്തും കൊടുത്തു. അതല്ലാതെ ഇതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. പിന്നീട് അവർ എവിടെ പോയി എന്ന് പോലും എനിക്കറിയില്ല എന്നവൻ പറഞ്ഞു. ഇപ്പോൾ ഈ നന്ദേശിന്റെ ഒരു കൺഫെഷൻ കേട്ടപ്പോൾ പോലീസിന് വ്യക്തമായി മനസ്സിലായി അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അത് ഈ അമ്മയും മകനും ചേർന്നാണ് ചെയ്തത് എന്ന്. എന്നാൽ എന്തിനു വേണ്ടി സ്വന്തം മകൾ അമ്മയെ കൊല്ലണം? അല്ലെങ്കിൽ ഒരു മുത്തശ്ശി എന്തിനു വേണ്ടി പേരക്കുട്ടി കൊല്ലണം? അതിനുള്ള സാധ്യമായ എല്ലാ കാരണങ്ങളും പോലീസ് തിരയാൻ തുടങ്ങി. അങ്ങനെ പോലീസ് ഈ 2 പേരെയും വലവീശി തിരയാൻ തുടങ്ങി. എത്രയോ ശ്രമിച്ചിട്ടു കൂടിയും ഈ 2 പേരും എവിടെ പോയി എന്ന് പോലീസിനെ കൊണ്ട് കണ്ടെത്താനേ സാധിച്ചില്ല. അവരുടെ സ്വന്തം നാട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ പോലും അവർ പറഞ്ഞത് ശശികലയും വന്നിട്ടില്ല, മകനും വന്നിട്ടില്ല. എന്തിന്? ശാന്തകുമാരി ഇങ്ങനെ മരിച്ചു എന്ന കാര്യം പോലും അവർക്കറിയില്ല. ഇങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, പല വർഷങ്ങൾ കഴിഞ്ഞു. ശശികല സഞ്ജയ് എവിടെ പോയെന്ന് പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് ഈ ഒരു കേസ് കോൾഡ് കേസായി മാറാൻ തുടങ്ങി. സാധാരണ കോൾഡ് കേസൊക്കെ ആണെങ്കിൽ 1-2 വർഷം കഴിഞ്ഞ് വീണ്ടും ആ കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ ശ്രമിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു സംഭവം നടന്നപ്പോഴാണ് കോവിഡ് വന്നത്. ലോക്ക്ഡൌണും സംഭവിച്ചു. അതുകൊണ്ട് പോലീസിന്റെ പ്രയോറിറ്റി എല്ലാം മറ്റൊരു രീതിയിലായിരുന്നു. അങ്ങനെ ഈ ഒരു കേസിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 5 വർഷത്തോളം ഇതൊരു കോൾഡ് കേസായി തന്നെ കിടന്നു. അവസാനം 2022 ബാംഗ്ലൂർ പോലീസ് ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തു. കൺമുൻപിൽ 2 സസ്പെക്റ്റ് ഉണ്ട്. അമ്മയെ കൊന്നിട്ട് വീടിനുള്ളിൽ ഒരു ചുമര് തന്നെ പണിതു. എന്നിട്ട് പോലും ആ 2 പേരും എവിടെ പോയെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച അവർ വീണ്ടും ആ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ നിന്നും ഇവിടെ നിന്ന് ലഭിക്കുന്ന ഡേറ്റാസ്, ഈ സെൽഫോൺ റെക്കോർഡ്സ് എല്ലാം വെച്ച് പരിശോധിച്ചപ്പോൾ പോലും അവരെവിടെയാണ് എന്ന് പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ അപ്പോഴും സാധിച്ചില്ല. ഇപ്പോൾ ആ ടീമിലുള്ള പോലീസ് ഓഫീസർ ഒരു ഐഡിയ പറഞ്ഞു. സർ, ഇവർ 2 പേരും എവിടെയെങ്കിലും പോയി. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടാകും? അവരുടെ പേര്, ഐഡന്റിറ്റി എല്ലാം ഒരു പക്ഷെ മാറ്റിയിട്ടുണ്ടാകാം. ഇനി അതും അല്ലെങ്കിൽ അവരുടെ പഴയ ഐഡന്റിറ്റി അല്ലെങ്കിൽ ID കാർഡ് എന്തെങ്കിലും ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാമല്ലോ. അല്ലെങ്കിൽ പുതുതായി ആധാർ കാർഡ് വാങ്ങിയിട്ടുണ്ടാകാം. അതും അല്ലെങ്കിൽ ഇനി എന്ത് തന്നെ ചെയ്താലും ഗവൺമെന്റ് ID കാർഡ് അവർ ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് തീർച്ചയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 പേരുടെയും ID കാർഡ് എടുത്ത് അല്ലെങ്കിൽ ആധാർ, പാൻ കാർഡ് എന്തായാലും എല്ലാം എടുക്കാം. അത് ബാംഗ്ലൂരിലെ എല്ലാ സ്ഥലങ്ങളിലും നൽകി ഈ ID കാർഡ് റീസെൻ്റായി എന്തിനെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അതായത് അവരെവിടെ പോയാൽ പോലും അവർക്ക് ജീവിക്കണമെങ്കിൽ ജോലി നോക്കിയാൽ മതിയാവുകയുള്ളൂ.
അപ്പോൾ ജോലിയൊക്കെ നോക്കണമെങ്കിൽ സാലറിയൊക്കെ വരാനായി നമുക്ക് ബാങ്ക് അക്കൗണ്ട് തീർച്ചയായും ആവശ്യമാണ്. അപ്പോൾ ഈ അന്വേഷണം ബാങ്കിൽ നിന്നും ആരംഭിക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ബാംഗ്ലൂർ ഫുൾ, കർണാടക സ്റ്റേറ്റ് മുഴുവനും ഇവരുടെ ഐഡന്റിറ്റി കൊടുത്ത് ഈ ഐഡന്റിറ്റിയിൽ ആരെങ്കിലും ഏതെങ്കിലും ബാങ്കിൽ നിന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നിർഭാഗ്യവശാൽ ഈ 2 പേരുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഏതൊരു ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഒരു ആക്ടിവിറ്റിയും നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പൊ പോലീസ് ചിന്തിച്ചത്, ശരി അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരും ബാംഗ്ലൂരിൽ ഇല്ല, അപ്പോ കർണാടകയിലേ ഇല്ല, 2 പേരും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് കരുതി ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലെ ബാങ്കിലേക്കും റിക്വസ്റ്റ് കൊടുത്തു. ഈ ഐഡന്റിറ്റിയിൽ എവിടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് ഓരോ സ്റ്റേറ്റായി അന്വേഷിക്കുമ്പോൾ അവിടെയാണ് പോലീസിന് ഒരു ബ്രേക്ക് ത്രൂ ലഭിച്ചത്. മഹാരാഷ്ട്രയിൽ ഇവരുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച്, സഞ്ജയ് എന്നയാളുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലുള്ള ദുർഗാപൂർ എന്ന സ്ഥലത്ത് ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിൽ ചെന്ന് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് സഞ്ജയ് എന്നയാൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് അവരുടെ അഡ്രസ്സ് വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ബാങ്കിലെ ഉദ്യോഗസ്ഥരും അഡ്രസ്സ് നൽകി. പോലീസുകാർ ഒരു മുഴുവൻ ഫോഴ്സ് തന്നെ അവരുടെ വീടിന് അന്വേഷിച്ചു പോയി. അവരുടെ വീടിന് മുന്നിൽ ചെന്ന് വാതിൽ മുട്ടി. ശശികല വാതിൽ തുറക്കുന്നു. പോലീസിനെ കണ്ട ഉടൻ തന്നെ അവരങ്ങനെ മരവിച്ച് നിന്നുപോയി. എന്ത് പറ്റി അമ്മ എന്ന് ചോദിച്ച് പുറകെ 25 വയസ്സുള്ള മകൻ സഞ്ജയ് വരികയാണ്. പോലീസിനെ കണ്ട ഉടനെ 2 പേരും വല്ലാതെ ഞെട്ടി. പോലീസ് ഉടൻ തന്നെ അവരോട് ചോദിച്ചത് ബാംഗ്ലൂരിലേക്ക് പോകാം അല്ലേ എന്ന്. എന്നാൽ അവർക്ക് അപ്പോൾ തന്നെ മനസ്സിലായി, തീർച്ചയായും ഡെഡ് ബോഡി പോലീസ് കണ്ടുപിടിച്ചു, നമ്മളെയും കണ്ടുപിടിച്ചു, എന്തായാലും ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ 2 പേരും തലകുനിഞ്ഞ് മഹാരാഷ്ട്രയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വന്നു. 2 പേരോടും എന്ത് സംഭവിച്ചു അത് മാത്രം പറഞ്ഞാൽ മതി എന്നും പോലീസ് ചോദിച്ചു. അവർ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെയും ഒരു കൊലപാതകം മറച്ചുവെക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. സത്യത്തിൽ മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും ഞെട്ടിപ്പോയി. സംഭവിച്ചത് ഓഗസ്റ്റ് മാസം 2016. ഈ സഞ്ജയ് കോളേജ് വിട്ട് വരുമ്പോൾ അവൻ്റെ അമ്മ അവനോട് ഒരു ഗോപി മഞ്ചൂരി വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവൻ അത് വാങ്ങി, എക്സ്ട്രാ ഒരു ബിരിയാണിയും വാങ്ങി. അങ്ങനെ അമ്മയും മകനും കഴിക്കാനിരിക്കുമ്പോഴായിരുന്നു ശാന്തകുമാരി കണ്ടത്. അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. സാധാരണ ഇങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാകാറുണ്ട്, അതുപോലെ അന്നും ഉണ്ടായി. ഇതിപ്പോൾ എന്തിനാണ് ഇത്ര അത്യാവശ്യപ്പെട്ട് പുറത്തു നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ച് ആരോഗ്യം നശിപ്പിക്കുന്നത്? അങ്ങനെ ഈ സംസാരം ഒരു വാക്ക് തർക്കത്തിലേക്ക് വന്നു. ശശികലയ്ക്കും ശാന്തകുമാരിക്കും ഇടയിൽ ഇതൊരു വലിയ തർക്കത്തിന് കാരണമായി. ഒരു ഘട്ടത്തിൽ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കും ഇടയിൽ വഴക്കുണ്ടായി. മാറി മാറി ആ വീട്ടിൽ വല്ലാത്തൊരു ബഹളം. ദേഷ്യം വന്ന മുത്തശ്ശി സ്വന്തം മകളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ഇത് ദൂരെ നിന്നും കണ്ടുകൊണ്ടിരുന്ന സഞ്ജയ് ചിന്തിച്ചത്, ഒരുപക്ഷെ മുത്തശ്ശിനി അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമോ എന്ന് ഭയന്ന് പുറകെ നിന്നും വന്ന സഞ്ജയ് മുന്നിൽ നിന്ന് തന്റെ മുത്തശ്ശിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. മുത്തശ്ശിയാണെങ്കിൽ സ്വന്തം മകളുടെ കഴുത്തിലെ പിടി വിടുന്നില്ല, സഞ്ജയ് ആണെങ്കിൽ മുത്തശ്ശിയുടെ കഴുത്തിലെ പിടിയും വിടുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും. ഒരു ഘട്ടത്തിൽ സഞ്ജയ് മുത്തശ്ശിയുടെ കഴുത്ത് ഞെരിക്കുന്നതിന്റെ ശക്തി വല്ലാതങ്ങ് കൂടിപ്പോയി. അങ്ങനെ മുത്തശ്ശി അപ്പം തന്നെ മരിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇതൊരു പ്ലാൻഡ് മർഡർ ഒന്നും അല്ല, പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ അമ്മയെ രക്ഷിക്കാനായി അവൻ അങ്ങനെ ചെയ്യുകയും അതൊരു കൊലപാതകമായി മാറുകയും ചെയ്തു. ഇപ്പോൾ അമ്മയ്ക്കും മകനും എന്ത് ചെയ്യണമെന്നേ അറിയില്ല. എന്തായാലും മരിച്ചു, ഇനി ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണ് എന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് നമുക്ക് അവസാന ചടങ്ങുകൾ നടത്തി അടക്കം ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോഴാണ് മകൻ പിടിച്ച പിടിയിൽ മുത്തശ്ശിയുടെ കഴുത്തിൽ മകന്റെ കൈയുടെ ഒരു പാട് തന്നെ വന്നിട്ടുണ്ട്. ഈ പാട് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്ന്. അപ്പോൾ അത് വേണ്ട, അടുത്ത് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ചാക്കിൽ കെട്ടി എവിടെയെങ്കിലും എടുത്ത് എറിയാമെന്ന് ചിന്തിച്ചാൽ തീർച്ചയായും 2-3 ദിവസത്തിൽ പോലീസ് ഇത് കണ്ടുപിടിക്കും. മുഖമൊക്കെ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. തീർച്ചയായും അടുത്ത ദിവസം പോലീസ് നമ്മളെ വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വേണ്ട, അടുത്ത് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഒരു കാര്യം ചെയ്യാം, ഈ ഡെഡ് ബോഡി പുറത്ത് എവിടെയും കൊണ്ടുപോകണ്ട, വീടിനുള്ളിൽ തന്നെ നമുക്കിത് മറവ് ചെയ്യാം, ചുമരിനുള്ളിൽ ഇത് വെച്ച് അടച്ചു വയ്ക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നീല നിറത്തിലുള്ള ഒരു വലിയ ഡ്രം വാങ്ങി മുത്തശ്ശിയുടെ ശരീരം ആ ഡ്രമ്മിനുള്ളിലാക്കി. എന്നിട്ട് അതിനുള്ളിൽ സിമന്റും മണ്ണും എല്ലാം കൊണ്ട് നിറച്ചു. എന്നിട്ട് ആ ഡ്രമ്മിനെ പൂർണ്ണമായും സീൽ ചെയ്ത് വെച്ചു. എന്നിട്ട് ചെയ്തത്, അവർ തുണി വയ്ക്കാനായി ഉപയോഗിക്കുന്ന ആ ഒരു കബോർഡിനുള്ളിൽ ഈ ഒരു ഡ്രമ്മിനെ കൊണ്ടുവച്ചു. കബോർഡ് ലോക്ക് ചെയ്തു. എന്നിട്ട് ആ കബോർഡിനെ ചുറ്റി ഒരു ചുമർ പണിയാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ കബോർഡിന് ചുറ്റും ഒരു മതിൽ പോലെ പണിയുകയും ആ വീടിന് മാച്ചാകുന്ന രീതിയിൽ ഒരു പെയിന്റ് കൂടെ അടിച്ചാൽ അവിടെ അങ്ങനെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ആരും അറിയില്ല. ആർക്കും ആ ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ സാധിക്കുകയുമില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് സഞ്ജയ് തന്റെ സുഹൃത്തിനെ സഹായത്തിനായി വിളിച്ചത്. അവനും വന്ന് സഹായിച്ചു.
അവസാനം അവിടെ ഒരു ചുമര് പണിയുകയും അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പുറം ലോകം അറിയാത്ത രീതിയിൽ മറച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ ദിവസം കഴിയുന്തോറും മുത്തശ്ശിയുടെ ബോഡി അഴുകാൻ തുടങ്ങിയപ്പോൾ ആ സ്മെല്ല് പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് ആ വീടിനുള്ളിൽ താമസിച്ച ആ 2 പേർക്കും അറിയാൻ സാധിച്ചു. അതായത് ഈ സംഭവം നടന്ന് ഒരു 2-3 മാസം അവർ ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദിവസം കഴിയുന്തോറും ആ സ്മെല്ല് പുറത്തു വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. തൊട്ടടുത്തുള്ള അയൽവാസികളും ഇടയ്ക്ക് അവരോട് ചോദിച്ചു, അകത്തുനിന്ന് എന്തൊക്കെയോ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഈ അമ്മയ്ക്കും മകനും ഒരു ഭയം വന്നത്. ഇനിയും നമ്മളിവിടെ താമസിച്ചാൽ തീർച്ചയായും പോലീസ് വന്ന് കണ്ടുപിടിക്കും, രക്ഷപ്പെടുന്നതാണ് നല്ലത്. അങ്ങനെ 2017 ഫെബ്രുവരി മാസം ഹൗസ് ഓണറുടെ പക്കൽ നിന്നും പണം വാങ്ങുകയും 2 പേരും ആരോടും പറയാതെ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് പല സ്ഥലങ്ങളിൽ മാറി മാറി പോകുന്നു. മഹാരാഷ്ട്രയിൽ ചെന്നു. അവിടെ 2 പേരും കിട്ടുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചു. ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവർക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് പഴയ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവസാനം അവർ പോലീസിലും അകപ്പെട്ടത്. ഈ ഒരു കൊലപാതകം ചെയ്തത് സഞ്ജയാണെങ്കിൽ പോലും ഈ ഡെഡ് ബോഡി മറച്ചു വയ്ക്കാൻ അമ്മ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും കുറ്റവാളിയാണ്. ഈ അമ്മയെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ ഒരു കേസിന്റെ അന്വേഷണം ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ്. 2 പേർക്കും തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു കേസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കൊരു സിനിമയാണ് ഓർമ്മ വന്നത്, ദൃശ്യം. തീർച്ചയായും ഇത് കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു സിനിമയായിരിക്കും ഓർമ്മ വരുന്നത്. സത്യത്തിൽ പുറമെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സാധാരണ കാര്യമാണ്, തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ വീട്ടിലെ മുതിർന്നവർ അത് സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു കാലത്തിലുള്ളവർ 60-70 വയസ്സുള്ള ആ ഒരു ജനറേഷൻ പുറമെ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ഇന്നത്തെ ജനറേഷൻ, നമ്മുടെ മക്കളൊക്കെ പുറത്ത് കഴിക്കുന്നതൊക്കെ ഒരുപാട് ആസ്വദിക്കുന്ന കാര്യമാണ്. ഇവിടെ സംഭവിച്ചത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും തൻ്റെ മകളും പേരക്കുട്ടിയും കഴിക്കരുത് എന്നവർ വാശി കാണിച്ചു. പക്ഷെ ഓരോരുത്തരും അവരുടെ ഫ്രസ്ട്രേഷൻ കൺവേ ചെയ്യുന്ന രീതി വേറെ രീതിയിലായിരിക്കും. മുത്തശ്ശി വല്ലാത്ത ദേഷ്യത്തിൽ ഇത് പറഞ്ഞതുകൊണ്ട് ഇവർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ശരിയായ രീതിയിൽ ഈ അമ്മയ്ക്കും മകനിലും എത്തിയില്ല. പക്ഷേ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കരുത് എന്ന് പറഞ്ഞതിന് കൊലപാതകമൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇത് ഒരു ദിവസത്തിൽ സംഭവിച്ച ഒരു കാര്യമായി തോന്നുന്നില്ല. പല ദിവസം ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെല്ലാമാണോ പുറമെ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നത് അപ്പോഴെല്ലാം ഈ മുത്തശ്ശി വല്ലാത്ത രീതിയിൽ പ്രശ്നമുണ്ടാക്കും. അത് ഒരു ഘട്ടത്തിൽ ട്രിഗറായി. അപ്പോൾ ഇതൊരു ദിവസത്തിൽ ട്രിഗറായ കാര്യമല്ല, പല ദിവസം നടന്ന സംഭവങ്ങൾ ഇങ്ങനെ കൂടി ഒരു ദിവസം അതങ്ങനെ പൊട്ടിത്തെറിച്ചതാണ്. ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും കൊലപാതകം ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷെ ആ മുത്തശ്ശിക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് കൺവേ ചെയ്ത് കൊടുക്കാമായിരുന്നു. നമ്മളും നമ്മുടെ മക്കളോട് ചില ഭക്ഷണങ്ങൾ കഴിക്കരുതെന്നൊക്കെ പറയും. അവരുടെ ജനറേഷൻ അനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സംഭവത്തിലും അവർക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഇത് പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകം അല്ല. എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാൽ അപ്പം തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയേറെ നടന്നിരിക്കില്ല. അത് മറച്ചു വയ്ക്കാൻ വേണ്ടി വീടിനുള്ളിലെ കബോർഡിൽ അത് വയ്ക്കുകയും ആ കബോർഡിന് ചുറ്റും ഒരു ചുമര് വരെ പണിതു. സത്യത്തിൽ ഇവർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചെടുത്തല്ലോ എന്നുള്ളത് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇനി നമ്മൾ എന്തൊക്കെ തെറ്റ് തന്നെ ചെയ്താലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശരിയായ രീതിയിലൂടെ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു കുറ്റവാളികൾക്കും രക്ഷപ്പെടാനേ സാധിക്കില്ല. ഇവർ ഇത്ര തന്നെ കോൺക്രീറ്റ് ഇട്ട് ഒരു ചുമര് തന്നെ പണിതതിന് ശേഷം പോലും അകത്തുനിന്ന് സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ഒരു കൊലപാതകത്തിന് ന്യായം ലഭിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വിധിയായിരുന്നു. എന്നാൽ ഈ ഒരു കേസ് സോൾവ് ചെയ്യാൻ പോലീസിന് 5 വർഷം വേണ്ടി വന്നു. ഈ 5 വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇവരുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചെങ്കിൽ തീർച്ചയായും കണ്ടെത്താമായിരുന്നു. എന്നാൽ അത് കണ്ടെത്താൻ പോലും 5 വർഷം പോലീസിനെടുത്തു. മൊത്തത്തിൽ കൊലപാതകം ചെയ്യാൻ പല കാരണങ്ങളുണ്ടെങ്കിലും ഒരു കൊലപാതകം അത് തെറ്റ് തന്നെയാണ്. അതിന്റെ ശിക്ഷ തീർച്ചയായും ലഭിച്ചേ മതിയാകും. അവസാനമായി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാനേ പാടില്ല. പുറത്തുനിന്ന് കഴിക്കുന്നത് മാക്സിമം കുറയ്ക്കണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന 80% രോഗവും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം മൂലമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഴിയുന്നത്ര ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം ഒഴിവാക്കണം. ചില സമയങ്ങളിൽ ഒഴിവാക്കാൻ കഴിയാത്ത കാരണങ്ങളാൽ കഴിക്കാം, പക്ഷേ അതൊരു ശീലമാക്കി മാറ്റരുത്. അത് ശരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.